കണ്ണൂരിലെ വിവാദ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയും മകനും ഒളിവിൽ. പ്രായപൂർത്തിയാകാത്ത അന്തേവാസി ഗർഭിണിയായെന്ന പരാതിക്ക് പിന്നാലെ 24 പെൺകുട്ടികളെ ഇന്നലെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. അനാഥ പെൺകുട്ടിയെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചെന്ന് പ്രചാരണം നടത്തിയ നടത്തിപ്പുകാരിയാണ് ഇപ്പോൾ ഒളിവിൽ പോയത്. ജീവമാത കാരുണ്യ ഭവനിലെ ഉദയഗിരിജ, വിഷ്ണു, അനാമിക ഇഷ്യൂ ഇപ്പോൾ വളരെ അധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം ന്യൂസിൽ കണ്ടു കാണുമല്ലോ. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത് ഇതിന്റെ ആദ്യ നടപടിയായിട്ട് 22 പെൺകുട്ടികളെ CWC അംഗീകരിച്ചിട്ടുള്ള 4 കേന്ദ്രങ്ങളിലേക്കാക്കി മാറ്റി എന്നാണ്. ഇവരുടെ സൗഹൃദത്തെ മാനിച്ച് ഇവരെ ഒരുമിച്ചാണ് മാറ്റിയിരിക്കുന്നത്. കോന്നി, പന്തളം, ഇലന്തൂർ, കോതറ എന്നിങ്ങനെ 4 കേന്ദ്രങ്ങളിലേക്കാക്കിയാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ അറിയാൻ സാധിച്ച മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിന്റെ അംഗീകാരം അവർ ഉടനെ തന്നെ റദ്ദാക്കും എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു തീരുമാനം മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഇതിന്റെ ഡയറക്ടറായ ഉദയഗിരിജ തന്നെ CWCക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, ഇതിവിടെ വെച്ച് നിർത്തുന്നു എന്ന രീതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വിഷ്ണുവിനെതിരെ പോക്സോ കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ആരെയും ഈ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രതികൾ നിലവിൽ ഒളിവിലാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസിന്റെ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും CWCയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടിയുടെ ഇഷ്യൂ കാരണം ബാക്കിയുള്ള പെൺകുട്ടികളെ കൂടിയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അവരെന്തുമാത്രം മാനസികമായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ടാവും. എന്തായാലും സത്യങ്ങൾ എത്രയും പെട്ടെന്ന് തെളിയട്ടെ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.